പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ഏവർക്കും ആദ്യമേ തന്നെ പരിശുദ്ധ അമ്മയുടെ സ്വർഗ്ഗാരോഹണ തിരുനാളിന്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ നേർന്നുകൊള്ളുന്നു. പരിശുദ്ധ അമ്മയെ കുറിച്ച് വായിച്ച ഒരു മനോഹരമായിട്ടുള്ള ചിന്ത ഇപ്രകാരമാണ്: പരിശുദ്ധ അമ്മയെ കുറിച്ചോ ക്രിസ്തുവിനെ കുറിച്ചോ അറിയാത്ത ഒരാൾ പരിശുദ്ധ അമ്മയുടെ ജീവിതം ഒരു പുസ്തകം എന്ന പോലെ വായിക്കുകയാണെന്നിരിക്കട്ടെ. അമ്മയുടെ ജീവിതത്തിലെ ഓരോ അധ്യായങ്ങൾ കഴിയുമ്പോഴും തീർച്ചയായിട്ടും അയാൾ വിചാരിക്കും, ഈ കഥ ഇവിടെ അവസാനിച്ചുവെന്ന്. ഉദാഹരണത്തിന്, പരിശുദ്ധ അമ്മ വിവാഹത്തിന് മുന്നേ ഗർഭിണിയായി ആ ഒരു സംഭവം വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും കഥ കഴിഞ്ഞു. പക്ഷേ അടുത്ത അധ്യായം തുടരുകയാണ്. അമ്മയുടെ കുഞ്ഞായ യേശുവിന്റെ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെല്ലാം കൊന്നുകളയാനായിട്ട് ഹെറോദോസ് വിധിക്കുമ്പോൾ നമ്മൾ കരുതും കഥ കഴിഞ്ഞെന്ന്. പക്ഷേ കഥ വീണ്ടും തുടരുകയാണ്. കാൽവരി മലമുകളിൽ ചേതനയേറ്റ തന്റെ മകനെ തന്റെ കൈകളിൽ വഹിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയുടെ ചിത്രം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ കഥ ഇവിടെ അവസാനിക്കുന്നുവെന്ന്. പക്ഷെ കഥ വീണ്ടും മറ്റൊരു അധ്യായത്തിലേക്ക് കടക്കുകയാണ്. ഏറ്റവും ഒടുവിൽ യേശു സ്വർഗ്ഗാരോഹണം ചെയ്തു കഴിയുമ്പോൾ നമ്മൾ കരുതും ഇനി മറിയത്തിന് എന്ത് പ്രസക്തി. പക്ഷെ അവിടെയും കഥ കഴിയുന്നില്ല. ദൈവം അവരെ സ്വർഗത്തിലേക്ക് ഉയർത്തുകയാണ്. ജീവിതത്തിൽ എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്നിടത്ത് തുടങ്ങുന്നവനാണ് തമ്പുരാൻ. ഈ തമ്പുരാനിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവത്തിൽ ആശ്രയിക്കാതെ ദൈവത്തിന്റെ വഴിയിൽ നിന്നും വീണുപോയ നിമിഷങ്ങളെ ഓർത്ത് നമുക്ക് അനുദപിക്കാം. നമുക്ക് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും Yeah.
നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങേ പരിപാലനത്തിൽ പാപരഹിതമായ കന്യകാമറിയത്തിന്റെ സ്വർഗ്ഗാരോഹണ മഹത്വത്തിന്റെ വലിയ അടയാളത്തിൽ കീഴിൽ ഭാരതം ഒരു സ്വതന്ത്ര രാഷ്ട്രമായി ജന്മമെടുത്തുവല്ലോ. എല്ലാ തിന്മകളിൽ നിന്ന് മോചിതരായി സ്വർഗീയ കാര്യങ്ങളിൽ സദാ ശ്രദ്ധ പതിച്ച് ഈ കന്യകയുടെ മഹത്വത്തിൽ പങ്കുചേരാനുള്ള അർഹത കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് തന്നുകൊള്ളണമേ. അങ്ങയോടുകൂടെ എന്നേക്കും ജീവിച്ചു വാഴുന്ന ക്രിസ്തു വഴി ഈ പ്രാർത്ഥനയെ തരണമേ. വെളിപാടിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. സ്വർഗത്തിൽ ദൈവത്തിന്റെ ആലയം തുറക്കപ്പെട്ടു. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അവൾ ഗർഭിണിയായിരുന്നു. പ്രസവ വേദനയാൽ അവൾ നിലവിളിച്ചു. പ്രസവക്ലേശത്താൽ അവൾ ഞെരുങ്ങി. സ്വർഗത്തിൽ മറ്റൊരു അടയാളം കൂടി കാണപ്പെട്ടു. ഇതാ, അഗ്നിമയനായ ഒരു ഉഗ്രസർപ്പം. അതിന് 7 തലയും 10 കൊമ്പും, തലകളിൽ 7 കിരീടങ്ങൾ. അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3-1 വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം അവളുടെ മുൻപിൽ കാത്തുനിന്നു. അവൾ ഒരാൺകുട്ടിയെ പ്രസവിച്ചു. സകല ജനപദങ്ങളെയും ഇരുമ്പ് ദണ്ടുകൊണ്ട് ഭരിക്കാനുള്ളവനാണ് അവൻ. അവൾ ഒരു ശിശു ദൈവത്തിന്റെയും അവളുടെ സിംഹാസനത്തിന്റെയും അടുത്തേക്ക് സംവദിക്കപ്പെട്ടു. ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. സ്വർഗത്തിൽ ഒരു വലിയ സ്വരം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തന്റെ അധികാരവും ആഗതമായിരിക്കുന്നു. കർത്താവിന്റെ വചനം. സങ്കീർത്തനം. Yeah.
വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്കാർക്ക് എഴുതിയ ലേഖനങ്ങളുടെ വായന. സഹോദരരെ, നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദ്യഫലമായി ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിക്കപ്പെട്ടു. ഒരു മനുഷ്യൻ വഴി മരണം ഉണ്ടായതുപോലെ ഒരു മനുഷ്യൻ വഴി ഉദ്ധാനം ഉണ്ടായി. ആദത്തിൽ എല്ലാവരും മരണാധീനരാകുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും പുനർജീവിക്കും. എന്നാൽ ഓരോരുത്തരും താന്താങ്ങളുടെ ക്രമമനുസരിച്ചായിരിക്കും. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിന്റെ ആഗമനത്തിൽ അവനുള്ളവരും. അവൻ എല്ലാ ഭരണവും അധികാരവും ശക്തിയും നിർമ്മാർജ്ജനം ചെയ്ത് രാജ്യം പിതാവായ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ എല്ലാത്തിന്റെയും അവസാനമാകും. എന്നാൽ സകല ശത്രുക്കളെയും തന്റെ പാദസേവനാകുന്നവരെ അവർക്ക് വാഴേണ്ടിയിരിക്കുന്നു. മരണമെന്ന അവസാന ശത്രുവും നശിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിന്റെ വചനം. പരിശുദ്ധ മറിയം സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെട്ടു. മാലാഖ വൃന്ദങ്ങൾ ആനന്ദത്തിലാറാടുന്നു. ഹല്ലേലൂയ. അക്കാലത്ത് അവനിത് അരുൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ ഉച്ചത്തിൽ അവളോട് പറഞ്ഞു, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. അവൻ പറഞ്ഞു, ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. കർത്താവിന്റെ സുവിശേഷം. ഏറ്റവും സ്നേഹനിധികളായ സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ദിവസം നമുക്ക് ഏറ്റവും അഭിമാനത്തിന്റെ ദിവസമാണ്. ഭാരതത്തിന്റെ മക്കളായിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം 79ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നതാണ്. നമ്മളെല്ലാവരും നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി, രാഷ്ട്രത്തിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി, നേതാക്കന്മാർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് വിശുദ്ധ ബലിയിൽ പ്രാർത്ഥിക്കാം. കത്തോലിക്കരായിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു മുഖ്യ ദിനമാണ്.
കഴിഞ്ഞ ഏതാണ്ട് 2 ദിവസങ്ങളായി ഈ ഒരു സന്ധ്യയ്ക്ക് വേണ്ടിയാണല്ലോ നമ്മൾ പ്രാർത്ഥനകൾ നടത്തി ത്യാഗത്തോടുകൂടി ഈ ദിവസങ്ങളിൽ നമ്മൾ വന്ന് ജാഗരണത്തിലും പ്രാർത്ഥനകളിലും സംബന്ധിച്ച് ഇന്ന് ഈ വിശുദ്ധ വേദിയിൽ സംബന്ധിക്കുന്നത് പരിശുദ്ധിയായ ദൈവമാതാവിന്റെ സ്വർഗാരോപണ തിരുനാൾ നാം ഇന്ന് ആഘോഷിക്കുകയാണ്. നമ്മളെല്ലാവർക്കും പരിശുദ്ധി അമ്മയോട് ഏറെ ഭക്തിയും ഏറെ ബഹുമാനവുമുള്ളവരാണ്. അതുകൊണ്ട് കത്തോലിക്കാ സഭ പ്രത്യേകമായി 4 വിശ്വാസ സത്യങ്ങൾ നമുക്കായി തന്നിച്ചു. നമുക്കെല്ലാവർക്കും അത് സുപരിചിതമാകുന്ന ഈ 4 വിശ്വാസ സത്യങ്ങൾ. നിത്യാവസരത്തിലൂടെ പരിശുദ്ധ ദൈവമാതാവ് നിത്യ കന്യകയാണ് എന്നുള്ള കാര്യം നമ്മെ പഠിപ്പിച്ചു. നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു പരിശുദ്ധ കന്യക മറിയം നിത്യ കന്യകയാണ് എന്ന്. വീണ്ടും 431 എഫേസോസിലൂടെ സഭ നമ്മളെ പഠിപ്പിക്കുന്നു കന്യകമറിയം ദൈവമാതാവാണ് എന്ന്. She is the mother of God. വീണ്ടും 9 മാർപ്പാപ്പ 1254 നമ്മളെ പഠിപ്പിച്ചു പരിശുദ്ധ ദൈവമാതാവ് അമലോത്ഭവയാണ്. She is immaculate conception എന്ന് നമ്മളെ പഠിപ്പിച്ചു. 20 നൂറ്റാണ്ടായപ്പോൾ 12 മാർപ്പാപ്പ 1950 ഔപചാരികമായി പ്രഖ്യാപിച്ചു മാതാവ് സ്വഭാവതയാണ് എന്ന്. 12 മാർപ്പാപ്പയുടെ ആ പഠനത്തിന്റെ വെളിച്ചത്തിൽ മാത്രമല്ല ആദിമ സഭയുടെ കാലഘട്ടം മുതൽ പരിശുദ്ധ ദൈവമാതാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടവളാണ് എന്ന് സഭാമക്കൾ വിശ്വസിച്ചിരുന്നു. കാരണം അങ്ങനെ ചിന്തിക്കാൻ പറ്റൂ. ലോകത്തിന്റെ രക്ഷകനായി യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വരുവാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മേരി പാപരഹിതയാണ് എന്ന് സമർപ്പിച്ചെങ്കിൽ എല്ലാവരെയും പോലെ ഒരു സാധാരണ മരണമല്ല അവർക്ക് ലഭിക്കേണ്ടത് എന്നതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധി അമ്മ മരിക്കപ്പെട്ടവരിൽ വിശ്വസിക്കുന്നെങ്കിലും അവരെ പുത്രൻ തന്റെ അടുക്കളയിൽ സ്വർഗത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയി എന്ന് നാം വിശ്വസിച്ചേ മതിയാകുന്നു. അവരുടെ ശരീരമായ ആളുകളുടെ ശരീരം പോലെ അഴിമതിയായി വിട്ടുകൊടുക്കേണ്ടതാണെന്നുള്ളതല്ല. കാരണം ലോകത്തിന്റെ രക്ഷകനെ ഉദരത്തിൽ വഹിച്ച വ്യക്തിയാണ്, ഒരു ഭാവിയാതെ ജീവിച്ചവരാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ വിശ്വസിച്ച് നാം മുന്നോട്ട് പോകുമ്പോഴാണ് ഈ സ്വകാര്യപഠനത്തിൽ പ്രസക്തിയാണ്. എന്താണെന്ന് പറഞ്ഞാൽ മാത്രം ആൾക്കാരെ പരിശുദ്ധ അമ്മയില് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും. ഒരുപക്ഷെ ലോകത്തിൽ ഏറ്റവും അധികം വിമർശിക്കപ്പെട്ട സ്ത്രീ ഉണ്ടെങ്കിൽ അത് മേരിയാണ്. ക്രൈസ്തവ വിഭാഗത്തിൽ തന്നെ പ്രോട്ടസ്റ്റന്റ് സമൂഹങ്ങളിലൊക്കെ പലപ്പോഴും മേരിയെ വിമർശിച്ച് കാണുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ
നമ്മളോട് ചോദിച്ചുകൊണ്ട് എന്താണ് ഇത്ര വലിയ പ്രാധാന്യം കൈക്ക് ഒരു മുട്ടത്തോടെ സാധനങ്ങളെ അവളുള്ളൂ മറുപടി പറയാൻ കഴിയാതെ നമ്മൾ നിന്നിട്ടുണ്ടാകും. ഇന്നും അവൾ വിമർശിക്കപ്പെടും. ഒരുപക്ഷെ ആരാണ് വീടുകളിൽ വിമർശിക്കപ്പെടുന്നത് അതിന്റെ അർത്ഥം എന്തോ പ്രത്യേകതകളുണ്ട് എന്നുള്ളതാണ്. ലോകത്തിൽ പക്ഷേ ഏറ്റവും കൂടുതൽ ദൈവാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് ഈ അമ്മയുടെ നാമധേയത്തിലാണ്. നമ്മുടെ ലോകത്തിലെ ദേവാലയം ലോകത്തിലെ ഏറ്റവും വലിയ ദേവാലയമാണ് കമ്മ്യൂണിറ്റി വൈസ്. ആ ദേവാലയം പോലും പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിൽ സ്ഥാപിതമായിട്ടുള്ള സെന്റ് മേരീസ് ദേവാലയമാണ്. നിങ്ങളുടെ ചുറ്റുപാടുള്ള നിങ്ങൾ നോക്കിയാണ് വിശുദ്ധരുടെ നാമധേയത്തിൽ ദേവാലയങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടാവുമെങ്കിലും അതിനപ്പുറത്താണ് മാതാവിന്റെ നാമത്തിൽ ദേവാലയങ്ങളുടെ എണ്ണം ധാരാളം നൽകി. വലിയ ഭക്തനായി അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളില് അദ്ദേഹം വൈദികനായ ദിവസങ്ങളില് അദ്ദേഹം മാപ്പാപ്പയായ ദിവസത്തില് കതിരാമായ ദിവസങ്ങളിലൊക്കെ ഓർമ്മയുടെ ദിവസങ്ങളില് അത് ഏതെങ്കിലും ഒരു വലിയ ദേവാലയത്തിൽ ഒരു ദിവസം ചെലവഴിക്കും. എന്തെങ്കിലും അദ്ദേഹം ഭാഗ്യമായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹം ലൂണിലായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹം ദേവാലയത്തിലായിരിക്കും. ഇതെല്ലാം പരിശുദ്ധിയായ ദൈവമാതാവിന്റെ നാമത്തിന് സാമൂഹികപ്പെട്ട ദേവാലയമാണ്. പരിശുദ്ധി അമ്മയുടെ പ്രാധാന്യത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ അവർ വിമർശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധ. ലോകത്തിലുള്ള മുഴുവൻ സ്ത്രീകളെയും എഴുതുന്ന പഠനം നടത്തിയ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് പരിശുദ്ധ. എന്തുകൊണ്ടാണ് മാത്രം ബഹുമാനിക്കപ്പെടുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. അതിന്റെ കാരണം അവരുടെ ജീവിതം മുഴുവനും സഹനത്തിന്റെ ജീവിതമാണ്. അവരുടെ ജീവിതത്തിന്റെ ആദ്യ നിമിഷത്തിൽ, അവരുടെ മനസ്സിലായ ജീവിതത്തിന്റെ ആദ്യ നിമിഷത്തിൽ മാതാപിതാക്കളെ ഒതുങ്ങുന്നു. ലോകത്തിന്റെ രക്ഷയെ സ്വീകരിക്കുവാൻ നീ തയ്യാറാണോ എന്ന് വലിയ ചോദ്യമാണ്. അവർക്കെല്ലാം വിവാഹ നിശ്ചയം മാത്രമേ നിന്നോട് കല്യാണം കഴിഞ്ഞിട്ടില്ല. അവിവാഹിതയായ ഒരു സ്ത്രീ ഗർഭിണിയാണെങ്കിൽ ആ കാലഘട്ടത്തിൽ സംഭവിക്കാൻ പോകുന്നത് അവരുടെ തെരുവിൽ കൊണ്ടുപോയി കല്ലെടുത്ത് കൊണ്ടിരിക്കുകയാണ്. അവരുടെ സുരക്ഷിതത്വം നോക്കുകയാണെങ്കിൽ അവരുടെ യോഗ്യത പറയാറില്ല. അതിനപ്പുറത്തായി ദൈവത്തിന്റെ ഇടങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ് യേശുവോട് പറഞ്ഞു. ബ്രച്ചന്മാരുടെ തുടക്കത്തിൽ സച്ചരിച്ച് പറഞ്ഞ് തുടക്കത്തിൽ ഒരു നോ പറഞ്ഞില്ലെങ്കിൽ വേണമെങ്കിൽ നോയത് പറയണമായിരുന്നു. നോയത് പറഞ്ഞെങ്കിൽ അവൾ സേഫ് ആയിരുന്നു, അവളുടെ കുടുംബങ്ങൾ സേഫ് ആകുമായിരുന്നു, അവളെ ആരെ കല്ലെടുത്ത് വരികയില്ലായിരുന്നു, അവളെ ആരെ മോശമായി എതിരുകയില്ലായിരുന്നു. തന്റെ സുഖത്തെക്കാൾ തന്റെ സന്തോഷത്തെക്കാൾ ദൈവവിധത്താണെന്ന് തിരിച്ചറിഞ്ഞാണ് അവൾ യേശുവിനെ പറയാൻ തയ്യാറായത്. പക്ഷേ ആ യേശു അപകടമായിട്ട് മാറി. തന്റെ ഉദരത്തിൽ കിടക്കുന്ന ശിശുവിന് ജന്മമെടുക്കാൻ ഇടമവർക്ക് കിട്ടി. അപ്പോൾ സംശയിച്ചാണ് ഉള്ളിൽ കിടക്കുന്നത് ശരിക്കും ദൈവത്തിന്റെ പുത്രനാണ്. കാര്യത്തിൽ ആർക്കും വേണ്ടാത്തതാണ് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ നമുക്ക് ഇടവന്നത്. ഗർഭിണിയായ സ്ത്രീ പ്രസവത്തിന്റെ സമയത്ത് ആരുടെ പുരുഷന്മാരുടെ കാണില്ല. പുരുഷന്റെ അടുക്കലും ഈ കുഞ്ഞിന്റെ അപ്പനല്ലാത്ത അടുക്കൽ നിന്ന് ജന്മം കൊടുക്കേണ്ടവ തിരികെട്ടവളാണ് മറിയെന്ന് പറയുന്ന വ്യക്തി.
നികുതി ജനിച്ചു കഴിഞ്ഞോ സമാധാനമായി എന്ന് ചിന്തിക്കാൻ അവർക്ക് പറ്റിയില്ല. എടുത്തുകൊണ്ട് ഓടാൻ പറയുകയാണ് അവരോട്. ആ കുഞ്ഞിനെ വഴികൊണ്ട് വഴിയിൽ കാണാൻ അവരോട് ആവശ്യപ്പെടുകയാണ്. ഒരിക്കലും അവർ ചോദിച്ചു കാണില്ല, എന്റെ കയ്യിരിക്കുന്ന കുഞ്ഞ് യഥോപത്തിൽ ലോകരക്ഷകനാണോ എന്ന്. ഓരോ ദിവസവും നമുക്കറിയാം ആ അമ്മയുടെ ത്യാഗമായ വേദനകളുടെ പ്രയാസമുണ്ട്. 12 വയസ്സായ അവസരത്തിൽ ആ കുഞ്ഞിനെ കൊണ്ട് ദേവാലയത്തിൽ തിരുവാതിരയോടി വളരെ സന്തോഷത്തോടുകൂടി പള്ളിയിൽ നിന്ന് തിരിച്ചു പോയി ഒരു രാത്രി പിന്നിടുമ്പോൾ അവർ തിരിച്ചറിയുന്നു തന്റെ ഓമനപുത്രൻ തന്റെ കൂടെ ഇല്ല എന്ന്. എന്തൊരു ഹൃദയവേദനയായിട്ടുള്ള നിമിഷമാണ്. ആരെടുത്ത് പറയും വേദനകളോട് ഭർത്താവിനോട് പറയാൻ ഇവരോട് കുഞ്ഞിനെ കണ്ടുപിടിച്ചു വാ, ഞാനൊന്ന് ശ്രമിക്കട്ടെ, ഞാൻ സ്ത്രീയല്ലേ എന്ന്. അവരോട് ചെയ്തില്ല. തന്റെ ജീവിതമായി കുട്ടികളുടെ രാത്രികൾ തിരിച്ചറിയുകയാണോ കുഞ്ഞിനെ തേടി. ഒരു രാത്രി മാത്രം മുന്നോട്ട് പറയുന്നത് പുസ്തകമായി 3 ദിവസം പിന്നിട്ടപ്പോഴാണ് അവരെ കുഞ്ഞിനെ ദേവാലയത്തിൽ കണ്ടെത്തി വരുന്നുണ്ട്. അമ്മയുടെ ഹൃദയമുള്ള പൊട്ടിപ്പോകുന്ന നിമിഷമാണ് നമുക്കറിയാം. ആ കുഞ്ഞിനെ കണ്ടുകിട്ടിയപ്പോഴും അമ്മയുടെ ചില പ്രത്യേക പ്രയോഗങ്ങൾ നമുക്കറിയും. അമ്മ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ മകളോട് ചോദിക്കുകയാണ്, മകനെ നീ എന്തിനാണ് ഞങ്ങളെ വിഷമിപ്പിച്ചത്? രണ്ടാമത്തെ കാര്യം മാത്രം, നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടുകൂടി അന്വേഷിക്കുകയായിരുന്നു. ഈ സ്ത്രീയുടെ ഭർത്താവിന്റെ സ്ഥാനം മാത്രമേ ഉള്ളൂ, ജോസഫിന് കുഞ്ഞിന്റെ അപ്പനല്ല. എന്നിട്ട് പറഞ്ഞു കേട്ടോ, നിന്റെ പിതാവും ഞാനും. വേണമെന്ന് പറയാൻ ഞാനും നിന്റെ അവർക്കൊന്നും പറയാം, ഒരു തെറ്റുമില്ല. ഒന്നാം സ്ഥാനം അവർക്കൊണ്ടില്ല. പക്ഷെ അവിടെ കൊടുത്തത് നിന്റെ പിതാവും ഞാനും. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് അവിടെ കുടുംബത്തിന്റെ മധ്യസ്ഥയാക്കുന്നത്? ഇതാണ് അവരെ വ്യത്യസ്തയാക്കുന്നത്. അവർക്കാണ് നന്നായിട്ട് അറിയാവുന്നത്. ശരിക്കും പോലും അവരുടെ കുടുംബത്തിൽ കൊടുക്കേണ്ട സ്ഥാനം കൊടുത്തപ്പോൾ ആ കുടുംബത്തെ അവർ വിളിക്കുന്നു തിരുകുടുംബം എന്ന്. ഈ ചിന്ത ആഘോഷിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട അനുഭവം നമ്മുടെയൊക്കെ കുടുംബം എന്താണ് നമ്മുടെയൊക്കെ കുടുംബം? ഭർത്താവിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കണം. ഭാര്യയ്ക്ക് കൊടുക്കേണ്ടതായ ബഹുമാനങ്ങൾ നൽകണം. കുഞ്ഞിനെ വിളിച്ച് പറയുന്നത് അവൻ മാതാപിതാക്കൾ വിജയിലായിട്ട് ജീവിച്ചു വരുന്നത്. കുഞ്ഞുങ്ങൾ അവിടെ തന്നെയാണ് ചെയ്യുന്നത്. അവിടെയാണ് തിരിക്കുന്നത്. നമ്മളെ നാൾ ആഘോഷിക്കുമ്പോൾ, ഈശ്വരനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളൊക്കെ ഈ അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ മാത്രമേ ഈ തിരുനാളാഘോഷത്തിന്റെ പ്രസക്തിയുള്ളൂ. ആഘോഷങ്ങൾ നടത്താം. ഈ ആഘോഷങ്ങളിൽ നമുക്ക് തിരിച്ചു പോകുമ്പോൾ ഉള്ളതായ ആനന്ദം എന്ന് പറയുന്നത് എന്റെ കുടുംബത്തിലുണ്ടാകുന്ന ആനന്ദമാണ്, എന്റെ ഫാമിലിയിലുണ്ടാകുന്ന ആനന്ദമാണ്. തിരുനാളാഘോഷം നമ്മുടെ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കണം. ഒരാൾക്ക് തിരുനാളാഘോഷം വഴിയായി അകന്നു പോകാൻ ഇടയാകരുത്. മറ്റുള്ളവരെ ബഹുമാനിക്കുവാൻ ആദരിക്കുവാനായിട്ട് കഴിയുന്നതാണ് തിരുനാളാഘോഷത്തിന് പ്രസക്തിയാകുന്നത്. അതനുസരിച്ച് അവർ നമുക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് വലിയൊരു ഭാഗ്യമുള്ള ക്രെഡിറ്റ്. നമുക്കറിയാം, കൊടുക്കുന്നതെങ്കിലും ശാരീരികരെ മലയാളി സമൂഹം ഒന്നടക്കമാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. വ്യത്യാസമില്ല. ഒറ്റ മനസ്സോടുകൂടി മനസ്സോടുകൂടി നമ്മൾ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഇത് ചരിത്രത്തിന്റെ ഭാഗമായി മാറുകയാണ്. ഇതുവഴി ഐക്യത്തിന്റെ സ്നേഹത്തിന്റെ മാതൃകയായിട്ട് മാറുകയാണ്. ഇതൊക്കെ നടത്തിയാൽ ഞാൻ പറഞ്ഞതുപോലെ അതിനപ്പുറമായി നമ്മുടെ പരസ്പരമുള്ള സ്നേഹവും ബന്ധവും ഐക്യവും ഊട്ടിയുറപ്പിക്കാൻ കഴിയുമ്പോൾ മാത്രമേ ഈ തിരുനാൾ ആഘോഷം പൂർണ്ണതയിൽ എത്തിയിരിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിയുകയാണ്. അതുകൊണ്ട്
അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഞാൻ ഏറെ അനുഗ്രഹപ്രദമായ പരിശുദ്ധനാളിന്റെ എല്ലാ ആശംസകളും ഏറെ സ്നേഹപൂർവ്വം നേരുന്നു. പരിശുദ്ധ അമ്മ നമ്മുടെയൊക്കെ വ്യക്തികളുടെ ജീവിതത്തിൽ, കുടുംബത്തിന്റെ ജീവിതത്തിൽ വലിയൊരു മധ്യസ്ഥയായി കൂടുതൽ അനുഗ്രഹത്തോടുകൂടി അടുത്ത തിരുനാളുകളെ പോകുവാൻ നമുക്ക് ഏവരും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തിരുനാൾ മംഗളം നടന്നുകൊണ്ട് എന്ന്
ദൈവമാതാവിന്റെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പ്രത്യുദ്ധരിച്ചുകൊണ്ട് പിതാവിന്റെ ഇഷ്ടം നിറവേറ്റിയ അമ്മയെ പോലെ നമ്മെ തന്നെ പിതാവിന്റെ ഹിതത്തിന് സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹപിതാവായ ദൈവമേ, തിരുസഭയെ നയിക്കുവാൻ അങ്ങ് തെരഞ്ഞെടുത്ത ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പയെയും ഞങ്ങളുടെ രൂപത അധ്യക്ഷൻ പൗലോ മാർത്തലി പിതാവിനെയും മറ്റെല്ലാ മെത്രാന്മാരെയും എല്ലാ വൈദികരെയും സന്യസ്തരെയും അങ്ങേ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയിരുന്ന ആഴമേറിയ വിശ്വാസവും സമ്പൂർണ്ണ സമർപ്പണവും നൽകി ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹദാത, പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹവും വചനത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും അനുഭവിച്ചറിഞ്ഞ മറിയം തന്നെ ദൈവത്തിന് സമർപ്പിച്ചതുപോലെ ഞങ്ങളും അങ്ങേ തിരുവിഷ്ടം നിറവേറ്റുന്നവരാകാൻ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തന്റെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും കരുണ വർഷിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ യുവതലമുറകളുടെ മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധ അമ്മയെ പോലെ അവിടുത്തെ തിരുഹിതത്തിന് പൂർണ്ണമായി സമർപ്പിച്ചു ജീവിക്കുന്നതിന് ആവശ്യമായ ധീരതയും വിശ്വാസവും എളിമയും ദൈവാശ്രയത്വവും നൽകി ഇവരെ ശക്തിപ്പെടുത്തണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സൗഖ്യദായകനായ ദൈവമേ, രോഗങ്ങളാലും വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാലും വേദനിക്കുന്നവരെയും ചികിത്സയ്ക്ക് വേണ്ട പണമോ സാഹചര്യമോ ഇല്ലാതെ വിഷമിക്കുന്നവരെയും സമർപ്പിക്കുന്നു. അങ്ങയുടെ സൗഖ്യദായകമായ കരം നീട്ടി ഇവരെ സുഖപ്പെടുത്തണമെന്നും ആരോഗ്യവും ദീർഘായുസ്സും നൽകി നവജീവനിലേക്ക് നയിക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ രാഷ്ട്രം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും ഭരണാധികാരികളെയും സമർപ്പിക്കുന്നു. രാജ്യത്തിന്റെ അഖണ്ഡതയും പുരോഗതിയും ജനക്ഷേമവും മുൻനിർത്തി സേവന സന്നദ്ധതയിലും സമാധാനത്തിലും ധാർമ്മിക മൂല്യങ്ങളിലും ഊന്നിയുള്ള ഒരു ഭരണ സംവിധാനം പ്രാവർത്തികമാക്കാൻ ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉത്തിതനായ കർത്താവേ, മരണം മൂലം ഞങ്ങളിൽ നിന്നും വേർപിരിഞ്ഞ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും പ്രാർത്ഥിക്കുവാൻ ആരുമില്ലാത്ത ആത്മാക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനുഷ്യരക്ഷയ്ക്കായി അങ്ങ് ചിന്തിയ തിരുരക്തത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധ അമ്മയോടും സകല വിശുദ്ധരോടുമൊത്ത് നിത്യം അങ്ങേ സ്തുതിക്കുവാനുള്ള ഭാഗ്യം ഇവർക്ക് നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ
സ്നേഹപിതാവേ, പരിശുദ്ധ അമ്മയെ പോലെ ഞങ്ങളും ദൈവേഷ്ടം നിറവേറ്റുന്നവരായി ജീവിക്കുവാൻ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ശക്തി എന്നും ഞങ്ങൾക്ക് തുണയാകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ കേട്ടരുളണമേ. ആമേൻ. കരുണാമയ
സഹോദരരെ, എന്നെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ആദരത്തിന്റെ സമർപ്പണം അങ്ങേ പക്കലേക്ക് ഉയരുകയും സ്വർഗ്ഗാരോപിണിയായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മധ്യസ്ഥത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങൾ സ്നേഹാഗ്നിയാൽ ഉജ്ജ്വലിച്ച് അങ്ങേ നിരന്തരം അന്വേഷിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഇപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെല്ലാം ഈ സഭയുടെ പൂർത്തീകരണത്തിന്റെ ആരംഭവും പ്രതീകവുമായും പ്രത്യാശയുടെയും സമാശ്വാസത്തിന്റെയും മഴവളവുമായി കന്യകയായ ദൈവമാതാവ് ഈ ദിനം സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെട്ടു. എല്ലാ ജീവന്റെയും ഉടയവനായ മനുഷ്യാവതാരം ചെയ്ത അങ്ങേ പുത്രന് അത്ഭുതകരമായി ജന്മം നൽകിയ അവൾ കല്ലറയിൽ കഴിയുന്നത് കാണാൻ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ആകയാൽ പാലാകൃതങ്ങളോട് ചേർന്ന് അങ്ങേ ആധാരപൂർവ്വം പ്രഘോഷിച്ചുകൊണ്ട് ഞങ്ങൾ പ്രകീർത്തിക്കുന്നു.
കർത്താവേ, സർവ്വശക്തിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാകണമേ. ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാനമാകട്ടെ. ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ ഇന്നത് സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടത് ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എന്റെ ശരീരമാകുന്നു. വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടത് ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാതിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്നോർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിലെ രഹസ്യം അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിന് അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു.
കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന സഭയെ ഓർക്കണമേ. അല്ലയോ പന്നള പാർപ്പിയോടും പത്തോളത്തോടും വൈദിക ഗണത്തോടും ഒത്ത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിലകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരും കഴിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും വന്ന് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞാൻ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള എല്ലാ ബഹുമതിയും മഹത്വവും ഇന്നും എന്നേക്കും. എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കൈവാഴ്ന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയെ ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഹ്വാനം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങൾ എപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പസ്തോലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തീർക്കണ്ടാണ്. അങ്ങേ തിരുമുറമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പ്രാർത്ഥന കേൾക്കണമേ.
കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുന്നു.
അങ്ങയുടെ തിരുനാളിൽ വിസ്മയ ദാനങ്ങൾ സ്വീകരിച്ച ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈ ദാനങ്ങളും ഈ മക്കൾക്ക് അങ്ങ് വാഗ്ദാനം ചെയ്യുന്ന സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് നേടിത്തരുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ഒരു നിമിഷം ഇരിക്കാം. അറിയിപ്പുകൾ. ഓഗസ്റ്റ് 18 ചൊവ്വാഴ്ച വൈകിട്ട് 8 മണിക്ക് അസീസി സാപ്പറിൽ വെച്ച് മാമൂലിക സെമിനാർ നടത്തപ്പെടുന്നു. ജന്മദിന വിവാഹവാർഷികം ആഘോഷിക്കുന്നവർക്കുള്ള രക്ഷിതാക്കളിൽ ഓഗസ്റ്റ് 24 തിങ്കളാഴ്ച രാത്രി 7:45 മണിക്ക് പള്ളിയിൽ വെച്ച് നടത്തപ്പെടും. ഇംഗ്ലീഷ് വേദപാഠം. പുതിയ അഡ്മിഷനുള്ള കുട്ടികളെ രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ ദയവായി ഓൺലൈൻ പോർട്ടൽ വഴി രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതാണ്. പഠനം തുടരുന്ന വിദ്യാർത്ഥികളുടെയും ഇമെയിൽ നേരിൽ വെച്ച് പുതിയതായ രജിസ്റ്റർ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ ഫീസ് അടയ്ക്കുന്നതിനും പാഠപുസ്തകം കൈപ്പറ്റുന്നതുമായി കാറ്റഗിസം ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ 9 മുതൽ 11 വരെ രജിസ്ട്രേഷൻ ഓഫീസ് പ്രവർത്തിക്കുന്നതായിരിക്കും. വിശുദ്ധ കുർബാന കൈകളിൽ സ്വീകരിക്കുന്നവർ സ്വീകരിച്ച ഉടൻ തന്നെ തിരുശരീരം ഉൾപ്പെടണമെന്നും തുടർന്ന് മാത്രമേ അവരുടെ സ്ഥാനത്തേക്ക് മടങ്ങാവൂ എന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിക്കുകയാണ്. ദയവായി അംഗത്വം ഷാർജ, അജ്മാൻ എന്നിവിടങ്ങളിൽ താമസിക്കുന്നതും ഇതുവരെ നമ്മുടെ പാരിഷ് അംഗങ്ങളായി രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തതുമായ വിശ്വാസ ദയവായി നമ്മുടെ ചർച്ചിന്റെ വെബ്സൈറ്റിൽ ലിങ്ക് വഴി രജിസ്റ്റർ ചെയ്യുക. ഏതെങ്കിലും ചർച്ച സംബന്ധമായ കാര്യങ്ങൾക്ക് മെമ്പർഷിപ്പ് ഐഡിക്ക് ഇത് രജിസ്ട്രേഷൻ നിർബന്ധമാണ് എന്ന കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ഈ കുർബാനയ്ക്ക് ശേഷം പ്രസിഡന്റുമാർക്കുള്ള മെമ്മൻറ്റോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതായിരിക്കും. ഈ തിരുനാളുമായി ബന്ധപ്പെട്ട് ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ വിശ്വാസികളെയും അതോടൊപ്പം തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. ഏറ്റവും പ്രധാനമായിട്ട് എല്ലാ ക്രമീകരണങ്ങളും നമുക്ക് ഒരുക്കി തന്ന നമ്മുടെ വികാരിച്ചൻ മുത്തുവച്ചനുണ്ട്. അച്ഛൻ വെക്കേഷനായി നിങ്ങൾക്ക് അറിയാം. അച്ഛന് രാവിലെ എത്തിയതേ അച്ഛൻ മറ്റൊരു പ്രോഗ്രാം ഉണ്ടായിട്ട് അച്ഛൻ ക്യാൻസൽ ചെയ്തിട്ട് നമ്മളോടൊപ്പം ആയിരിക്കുകയാണ്. മുത്തുവച്ചന് നല്ലൊരു കയ്യിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ മാംസം നമ്മളിലൂടെ വരുന്നതായിരുന്നു. അത്യാവശ്യ കാലങ്ങളിൽ നമ്മൾ പുറത്തു പോയിരിക്കുകയാണ്. അതിലൊക്കെ സംബന്ധിക്കാമെന്ന് പറയുന്നു. അച്ഛന്റെ ജന്മദിനം കൂടിയാണിന്ന്. മാറ്റത്തിന്റെ അസ്ഥാനത്ത് പ്രത്യേകം നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ അവസാനം വെച്ചാൽ മതി. അതോടൊപ്പം തന്നെ ഇന്നത്തെ പ്രധാന കാര്യങ്ങളായ സച്ചിനെ നന്ദിയോടെ ഓർക്കുന്നു. വയലൻസിന് പകർന്ന ജോണസിനെ ഓർക്കുന്നു. ഒപ്പം എഡ്വിനസിനുണ്ട്, നമ്മുടെ ദൈവോസിനുണ്ട്, മുത്തച്ഛന് പകരം ഗസ്റ്റായിട്ട് വന്നിരിക്കുന്ന നമ്മുടെ തമിഴ്നാട്ടിലെ അച്ഛനുണ്ട്. ഇവരെ പ്രത്യേകം നന്ദിയോടെ ഓർക്കുകയാണ്. അവർക്കെല്ലാം നമ്മുടെ മുന്നിൽ ഒരു പ്രാവശ്യം സ്വീകരിക്കാം. Let us listen to Father Muthu for a few words. Dear friends, I'm here to greet you happy feast of Mother Mary as we are celebrating the solemnity of the Assumption of Blessed Virgin Mary. It was a solemn celebration for this evening. It's a blessing to all your families. The liturgy and the singing, everything went well. I appreciate the committee and all those who have taken interest and participated in this and made this ceremony a meaningful one. As Father John Marie had thanked all the priests and all of you, I appreciate. May you continue to have the same spirit. Also to remember, it's not only the celebration but also the imbibe the values from Mother Mary, how she had been obedient to our God and our loving Lord Jesus, and he had been the worthy disciple of our Lord Jesus in the end. The same way, we are also to be the obedient children to Mother Mary and to the Church. May God bless you. Happy feast of Mother Mary. God bless. സമാപനാശീർവാദത്തിനായി നമുക്ക് എഴുന്നേൽക്കാം. സർവശക്തനായ പിതാവായ ദൈവം നമ്മുടെ മാതൃരാജ്യത്തെ അനുഗ്രഹിക്കുകയും ഇന്ത്യയുടെ മധ്യസ്ഥയായ കന്യകാമാതാവിന്റെ മാധ്യസ്ഥം വഴി നമ്മുടെ എല്ലാ ജനങ്ങൾക്കും സമാധാനവും ഐശ്വര്യവും നൽകുകയും ചെയ്യുമാറാകട്ടെ.
നേതാക്കളെ കരിമാർന്ന് കടാക്ഷിക്കുകയും ദീർഘവീക്ഷണത്തോടെ ധൈര്യത്തോടുകൂടെ ഉന്നതാദർശങ്ങൾ പിഞ്ചൊല്ലാൻ പ്രചോദിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധാത്മാവ് ദൈവകൽപ്പനകളുടെ വഴിയിലൂടെ ചലിക്കാൻ നിങ്ങളെ ശക്തമാക്കുകയും സ്വർഗവാസികളുടെ കൂട്ടവകാശികളാക്കി തീർക്കുകയും ചെയ്യുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. ദിവ്യപൂജ സമാപിച്ചു. എല്ലാവർക്കും ഒരു നിമിഷം ഇരിക്കാം.